ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. കണ്ണുകളാൽ കാണുമേ, കണ്ണുകളാൽ കാണുമേ, എൻ പ്രിയ രക്ഷകനേ. കണ്ണുകളാൽ കാണുമേ, കണ്ണുകളാൽ കാണുമേ, എൻ പ്രിയ രക്ഷകനേ. സുന്ദരരൂപനേ, വന്ദിതനാഥനേ, മാറനാഥ മാറനാഥ. സുന്ദരരൂപനേ, വന്ദിതനാഥനേ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ആയിരം വാക്കുകൾ മിണ്ടിയാൽ പോരായേ, കാന്തനമെന്നേശുവേ. ആയിരം വാക്കുകൾ മിണ്ടിയാൽ പോരായേ, കാന്തനമെന്നേശുവേ. ദിനംതോറും വേണമേ, വരവോളം വേണമേ, മാറനാഥ മാറനാഥ. ദിനംതോറും വേണമേ, വരവോളം വേണമേ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോ
ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ തിരുവചനം ധ്യാനിപ്പാൻ ഒരവസരം കൂടി കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഒരു വാക്യമാണ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 12:11-12. ഞാൻ മൂഢനായിപ്പോയി, നിങ്ങളെന്നെ നിർബന്ധിച്ചു. ഞാൻ മൂഢനായിപ്പോയി, നിങ്ങളെന്നെ നിർബന്ധിച്ചു. നിങ്ങളെന്നെ ശ്ലാഘിക്കേണ്ടതായിരുന്നു. ഞാൻ ഏതുമില്ല എങ്കിലും, അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ഏതുമില്ല എങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് വലിയ സ്വർഗീയ ദർശനമെല്ലാം കണ്ട് പ്രിയപ്പെട്ടവർ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ ശരീരത്തോടെയാണോ ശരീരം കൂടാതെയാണോ പോയതെന്ന് അപ്പോസ്തലന് തന്നെ നിശ്ചയമില്ല എന്ന് ഈ 12-ാം അധ്യായം തുടങ്ങുമ്പോൾ നാം വായിക്കുന്നുണ്ട്. അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ പോയി എന്ന് പറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യനെ എനിക്കറിയാം, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യൻ, അത് ഞാനാണെന്ന് അപ്പോസ്തലൻ പറഞ്ഞില്ല. ദൈവമക്കളെ, എൻ്റെ ദൈവത്തിന്റെ സ്തോത്രം. ആ വായിക്കൊന്ന് വായിച്ചേ. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ, പ്രിയപ്പെട്ടവരെ, 14 കൊല്ലം മുമ്പ് പോയതാണെന്നാൽ ഇന്നുവരെയും ആരോടും പറഞ്ഞിട്ടില്ല, ഒരിടത്തും പ്രസ്താവിച്ചില്ല. എന്നാൽ 14 കൊല്ലം കഴിയുമ്പോൾ അപ്പോസ്തലൻ പറയാണ്, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല. ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല. ശരീരം കൂടാതെയാണോ എന്നും അറിയുന്നില്ല. ദൈവം അറിയുന്നു. ദൈവം മാത്രമേ അറിയുന്നുള്ളൂ. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പറയാണ്, അവൻ ആ മനുഷ്യൻ ഉച്ചരിച്ചുകൂടാത്ത പറയാൻ കഴിയാത്ത വാക്കുകളെ ഞാൻ അവിടെ കേട്ടു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 14 കൊല്ലം ആരോടും പറയാത്ത വലിയൊരു രഹസ്യ അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടൊരു മനുഷ്യനെ എനിക്കറിയാമെന്ന്. ദൈവമക്കളെ, ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് അപ്പോസ്തലന്റെ കാര്യം ഓർക്കുമ്പോൾ. അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാൻ എനിക്ക് അധികം കാംക്ഷയുണ്ട് എന്ന്. ദൈവമക്കളെ, ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, അപ്പോസ്തലൻ ചെന്ന് കണ്ട ആ പറുദീസയോളം എടുക്കപ്പെട്ട മനുഷ്യന് ഉച്ചരിച്ചു കൂടാൻ കഴിയാത്ത വാക്കുകളെ കേട്ട ആ തേജസിന്റെ രാജ്യത്തിലേക്ക്, ആ സ്വർഗീയ പറുദീസയിലേക്ക് പറന്നു പോകാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് അധികം വാഞ്ചയുണ്ട് എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ പറയാണ്, മരിക്കുന്നത് എനിക്ക് ലാഭമാണ്, ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണം. ദൈവമക്കളെ, മറ്റാരും തിരുവചനത്തില് അവിടം വരെ പോയി എന്നോ ഇങ്ങനെയുള്ള ദർശനങ്ങൾ കണ്ടുവെന്നോ രേഖപ്പെടുത്തിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ എപ്പോഴും പറയും, മരണത്തെ എനിക്ക് ഭയമില്ല എന്ന്. ദൈവമക്കളെ, എന്ത് വലിയ വിളിയാണ് അപ്പോസ്തലന് കിട്ടിയത്. പിന്നെയും ഞാൻ നിരീക്കാറുണ്ട്, ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസിനെ വിളിച്ച അതേ സ്വർഗീയ വിളി കൊണ്ടാണ് ദൈവം ഇതിലെ നിന്നെയും വിളിച്ചിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിനെ പ്രിയപ്പെട്ട സഹോദര രൂപാന്തരപ്പെടുത്തിയ, അവനെ കഴുകിയെടുത്ത യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ രക്തം കൊണ്ട് തന്നെയാണ് നിന്നെയും എന്നെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. ദൈവമക്കളെ, ഇന്ന് മനസ്സിലാക്കണം, വിലയേറിയ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയവരാണ് നാം ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, എന്നാൽ എന്താ അപ്പോസ്തലനും തമ്മിൽ നല്ല വ്യത്യാസം വന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവമക്കളെ, ദൈവത്തിന്റെ വിളിക്കൊത്തവണ്ണം പ്രതികരിക്കാൻ നമുക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോസ്തലന് ആ വിളി കിട്ടിയപ്പോൾ സകലതും വിട്ട്, എല്ലാം വിട്ട്, പഴയതെല്ലാം ഉപേക്ഷിച്ച്, നേട്ടങ്ങളെല്ലാം ചപ്പും ചവറന്നും എണ്ണി ആ വിളിക്ക് മുമ്പില് തന്നെ താഴ്ത്തി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നാം എല്ലാം ഒരു സമർപ്പണമൊക്കെ എടുത്തിട്ടുണ്ട്, സത്യമാണെന്നാൽ പ്രിയപ്പെട്ടവരെ, വിളിക്കൊത്തവണ്ണം നാം നമ്മെ തന്നെ സമർപ്പിച്ചിട്ടില്ല. ദൈവമക്കളെ, വിളിക്കൊത്തവണ്ണം നാം നമ്മെ തന്നെ എളിമപ്പെടുത്തി കൊടുത്തില്ല. പ്രിയപ്പെട്ടവരെ, ഏത് വിശുദ്ധനെ ശുദ്ധീകരിച്ച രക്തവും യേശുക്രിസ്തുവിന്റെ രക്തമാണ്. ദൈവമക്കളെ, നാം എപ്പോഴും മനസ്സിലാക്കണമെന്ത്, കർത്താവിന്റെ വിലയേറിയ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ഒരു ദൈവവൈതലാണ് ഞാനെന്ന്. ആ ബോധം നമ്മെ എപ്പോഴും ഭരിക്കണം. പ്രിയപ്പെട്ടവരെ, നാം വിലയേറിയ ഒരു മാന്യരുമാണ് യേശുവിന്റെ ദൃഷ്ടിയിൽ. പ്രിയപ്പെട്ടവരെ, ഈ ലോകം നോക്കുമ്പോൾ ചിലപ്പോൾ പോഷനാണെന്ന് പറയും, കഴിവില്ലാത്തവനാണെന്ന് പറയും, മൂഢനാണെന്ന് പറയും. അതൊക്കെ സത്യമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ എൻ്റെ കർത്താവ് നോക്കുമ്പോൾ
വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിലേ, നീ അവൻ്റെ കണ്ണിലെ ഒരു കൃഷ്ണമണിയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നീ അവനക്ക് വിലയേറിയവനും മാന്യനുമാണ്. അവൻ്റെ രക്തത്തിൻ്റെ വിലയാണ് സഹോദരാ. നീ അതെല്ലാം ഓർക്കുമ്പോൾ നിന്റെ ഹൃദയം തുള്ളണം മകനെ, നിന്റെ ഹൃദയം ആനന്ദിക്കണം മകനെ. എന്തുകൊണ്ടാ? കോടാനുകോടികളുടെ ഇടയിൽ നിന്ന് വിലയില്ലാത്ത നിത്യനരകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന, തീയിൽ കത്തിക്കൊണ്ടിരുന്ന ഒരു കൊള്ളിയായി എന്നെ അവിടെ നിന്ന് ഊരിയെടുത്ത് കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് എന്നെ കഴുകിയല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം, ആ ഒരു പ്രത്യാശ. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിക്കുക, എന്തിനാ നമുക്ക് നിരാശ വരുന്നത്? നിങ്ങൾക്ക് എന്തിനാ ഭാരമുള്ളത്? എന്തിനാ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ പുറകോട്ട് പിടിക്കുന്നത്? ദൈവത്തിലെ ഈ ലോകത്തിലെ കാര്യങ്ങളല്ലേ എപ്പോഴും പുറകോട്ട് പിടിക്കുന്നത്. നാം ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മെ പുറകോട്ട് വലിക്കുന്നതാ, നമ്മെ ഈ ലോകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതാ. ദൈവമക്കൾ, ഇതെല്ലാം താൽക്കാലികമാണെന്ന് ഓർത്തോളണം സഹോദര. 7 10 ഏറെയായാൽ 80, അത് കഴിഞ്ഞാൽ നീ ഇവിടുന്ന് പറന്നു പോകേണ്ടവനല്ലേ. ദൈവത്തിന് ദൈവമക്കളെ, അതുവരെ എന്തെല്ലാം നിനക്ക് ആവശ്യമുണ്ടെന്ന് കർത്താവിന് അറിഞ്ഞുകൂടെ? നിനക്ക് ആരോഗ്യം വേണോ? നിനക്ക് സമ്പത്ത് വേണോ? എന്തെല്ലാം വേണമെന്ന് കർത്താവിന് അറിയാൻ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഈ നിസാരമായ ജീവിതം ആ കുരിശിൻ്റെ വീട്ടിലേക്ക് ഇറക്കി വെക്കാൻ നമുക്ക് കഴിയണം ദൈവമക്കളെ. കുറവുണ്ടായിക്കോട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ എന്തെല്ലാം വീഴ്ച നമുക്ക് വന്നോട്ടെ, എന്തെല്ലാം തെറ്റുകുറ്റങ്ങളിൽ നാം ജീവിച്ചവരായിക്കോട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവനെ, അതെല്ലാം കണ്ട കർത്താവ് നിന്നെ വിളിച്ചത്. അവൻ്റെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കില്ല ദൈവമേ, ഒന്നും മറഞ്ഞിരിപ്പില്ല. നിന്റെ ഭാര്യയ്ക്കറിയാത്തത്, നിന്റെ അപ്പനറിയാത്തത്, നിന്റെ കൂട്ടുകാർക്കറിയാത്തത്, ഈ ലോകത്തിൽ ആരും അറിയാത്തതെല്ലാം മകനെ അവൻ്റെ മുമ്പിലെല്ലാം നഗ്നവും മലർന്നുമായിരിക്കുക. അറിയാതെ നിന്നെ വിളിച്ചതല്ല കേട്ടോ, അറിയാതെ നിന്നെ തിരഞ്ഞെടുത്തതല്ല കേട്ടോ. ദൈവത്തിലെ നീ ഓർത്തുകൊള്ളണം, നിന്നെ തിരഞ്ഞെടുത്ത, നിന്നെ വിളിച്ച് വേർതിരിച്ച ആ കാൽവറിയിലെ സ്നേഹം. ദൈവമക്കളെ, നമ്മുടെ ഹൃദയം അതിൻ്റെ മുമ്പിൽ എളിമപ്പെടണം, നമുക്ക് താഴാൻ കഴിയണം. പിന്നെയും ഞാൻ ചിന്തിക്കാറുണ്ട് ദൈവമക്കളെ, ദമസ്കോസിന്റെ പടിവാതിക്കെ വെച്ച് ദൈവവിളി കിട്ടിയ അപ്പോസ്തലനെ ഒരിക്കലും പുറകോട്ട് നോക്കിയെന്നോ, ഒരു ചൂട് പോലും പുറകോട്ട് വെച്ചു എന്ന് തിരുവചനത്തിൽ എങ്ങും രേഖപ്പെടുത്തി വെച്ചിട്ട്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, പിന്നെയും ഞാൻ ചിന്തിക്കാറുണ്ട്, മഗ്ദലക്കാരി മറിയ, 7 ഭൂതം ബാധിച്ചവള്, ദൈവമക്കളെ, സമൂഹത്തിൽ അധപ്പതിച്ച ജീവിതം നയിച്ചവള്, അവളും എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടിയത് മുതല്, ആ സ്നേഹം രുചിച്ചറിഞ്ഞത് മുതല് ഒരു ചൂട് പോലും പുറകോട്ട് വയ്ക്കാതെ, ഒന്നിനെയും ഭയപ്പെടാതെ, മഹാപുരോഹിതന്മാരെയോ അധികാരസ്ഥാനങ്ങളെയോ കുരിശിലെ നിന്ദകളോ ഒന്നും ഭയപ്പെടാതെ. ദൈവമക്കളെ, ഞാൻ ചിലപ്പോഴൊക്കെ ധ്യാനിക്കാറുണ്ട്, ആ കുരിശിൻ്റെ ചുവട്ടിൽ ശിഷ്യന്മാർ പലരും ഓടി ഒളിച്ചപ്പോൾ അവൾക്ക് അവിടെ നിൽക്കാനുള്ള ധൈര്യമുണ്ടായി. മർക്കോസിന്റെ വിശേഷം 16-ാമത്തെ നാം വായിക്കുന്നുണ്ട്. നല്ല ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറക്കിലേക്ക് ഒരു സുഗന്ധതൈലവുമായിട്ട് പോവുകയാണ്. പോകാൻ സമയം അവരുടെ ഹൃദയത്തിൽ വലിയൊരു ഭാരമുണ്ട്, ഒരു ഭാര വിഷയമുണ്ട്. എന്താ അവർ കണ്ടിട്ട് പോകുന്നതാ? ദൈവത്തിന് വലിയൊരു കല്ലുരുട്ടി കല്ലറ അടച്ചു വെച്ചിരിക്കുക. അവർ പരസ്പരം പറഞ്ഞു, ആര് നമുക്ക് വേണ്ടി ആ കല്ലൊന്ന് ഉരുട്ടി മാറ്റുമെന്ന്. ദൈവമക്കളെ, എന്നാൽ ഞാൻ ധ്യാനിക്കാറുണ്ട്, ആ പ്രതിബന്ധം അല്ലെങ്കിൽ ആ വലിയ കല്ല് അവരുടെ യാത്രയെ തടസ്സപ്പെടുത്തിയില്ല. അവർ യാത്ര പുറപ്പെട്ടു. ദൈവമക്കളെ, കല്ലവിടെ ഉണ്ടെന്നറിയാം, ആ കല്ലറൊക്കെ ചെല്ലുവോളം അവർക്കറിയാം കല്ലവിടെ. എന്നാൽ ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, അവരാ യാത്ര തുടർന്നപ്പോൾ എൻ്റെ കർത്താവിൻ്റെ കല്ലറയിൽ ശവസംസ്കാരത്തിൽ സുഗന്ധവർക്കം പൂശാനുള്ള അടങ്ങാത്ത അദമ്യമായ ദാഹം അവരെ കൊണ്ടു ചെല്ലുമ്പോൾ, ദൈവമക്കളെ, പ്രതികൂലവും പ്രതിസന്ധിയുമായ അവർ കണ്ടിരുന്ന ആ കല്ല് ഉരുട്ടി മാറ്റി വെച്ചിരിക്കും. പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും വലിയ കല്ലുകളും ഒക്കെ നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ വന്നു എന്ന് വരാം. അതൊന്നും നമ്മുടെ യാത്രയെ തടസ്സപ്പെടുത്തരുത്, മുമ്പോട്ടുള്ള ഗമനത്തെ തടസ്സപ്പെടുത്തരുത്. സഹോദര, നീ കാലെടുത്ത് വെച്ചാൽ ആ കല്ലെല്ലാം ഉരുട്ടി മാറ്റാൻ ആളുണ്ട്. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാരെല്ലാം പടകിലിരുന്നപ്പോഴും പത്രോസിന് മാത്രമേ ആശയുണ്ടായുള്ളൂ, എനിക്ക് എൻ്റെ ഗുരു നടന്നതുപോലെ ഈ ഓളങ്ങളുടെ മീതെ ഒന്ന് നടക്കണമെന്ന്, തിരമാലകളുടെ മീതെ ഒന്ന് നടക്കണമെന്ന്. ദൈവമക്കളെ, നിങ്ങൾ പറയുമോ താണുപോയില്ലേ? സത്യമാ പ്രിയപ്പെട്ടവരെ. എന്നാൽ അവിടെയൊന്നും എൻ്റെ കർത്താവ് അവനെ കൈവിട്ടില്ല. കർത്താവ് അവനെ പിന്നെയും അതിൻ്റെ മീതെ നടത്തി പടകിലേക്ക് കയറ്റി നിർത്തി. ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവമക്കളെ, ഓളങ്ങൾക്കും തിരമാലകൾക്കും ഒന്നും നമ്മെ മുക്കിക്കളയാൻ കഴിയുകയില്ല കേട്ടോ. പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രതികൂലങ്ങളും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മുടെ ലക്ഷ്യം കുരിശിലായിരിക്കണം. കർത്താവേ, പ്രതികൂലമുണ്ട്, ഞാൻ നോക്കുമ്പോൾ എല്ലാം തടസ്സമാണ്, മുമ്പോട്ടുള്ള വാതിലെല്ലാം അടഞ്ഞിരിക്കുക, ഒരു വഴിയും എൻ്റെ കണ്ണിന് മുമ്പിലില്ല. ദൈവത്തിലെ
എല്ലാ വാതിലും അടഞ്ഞിരിക്കുകയാണെങ്കിൽ നീ ഇപ്പോൾ കുരിശിലേക്കൊന്ന് നോക്കി എൻ്റെ കർത്താവിൻ്റെ ആ തിരുവിലാവ് റോമൻ പടയാളികൾ കുത്തി തുറന്ന ആ ഇടുക്കമുള്ള വഴി നീ കണ്ടിട്ടുണ്ടോ മകളെ? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഓ, കാൽവറിയിൽ എൻ്റെ കർത്താവ് തുറന്നു വെച്ച ആ പുതുവഴിയിലൂടെ നീ നടന്നിട്ടുണ്ടോ മകളെ? നിനക്ക് വേണ്ടിയാണ് അത് തുറന്നു വെച്ചിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഞാൻ ഒട്ടും കുറവുള്ളവനല്ല എന്ന്. എൻ്റെ കർത്താവിന് സ്തോത്രം. എന്നാൽ ദൈവമക്കളെ, പിൽക്കാലത്ത് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ദൈവമക്കളെ, ആ ഒരാൾ തന്നെയാ പറഞ്ഞത്, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും ചെറിയവനല്ല എന്ന് പറഞ്ഞ അപ്പോസ്തലൻ തന്നെയാ പറഞ്ഞത്. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ഞാൻ ഏറ്റവും ചെറിയവനല്ലോ. ദൈവമക്കളെ, ഈ തിരുവചനം പറയാനും ഇതിനെല്ലാം നിൽക്കുമ്പോൾ പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരാറുണ്ട്. കർത്താവേ, എനിക്ക് നിൻ്റെ തിരുവചനം പറയാൻ യോഗ്യതയുണ്ടോ? കർത്താവേ, ഈ തിരുവചനത്തിലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നാൽ എന്നെ ബലപ്പെടുത്തുന്ന, എന്നെ ധൈര്യപ്പെടുത്തുന്ന, എനിക്ക് വചനം തന്നെ നിർത്തുന്ന യേശുക്രിസ്തുവിനെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ദൈവമക്കളെ, എനിക്കറിയാം യോഗ്യതയില്ലാത്ത എന്നെ തിരഞ്ഞെടുത്ത കാൽവറിയിലെ സ്നേഹം. അപ്പോസ്തലൻ പറയാണ്, അപ്പോസ്തലന്മാരിൽ ഞാൻ ഏറ്റവും ചെറിയവനാണ്. വായിക്കാം. ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അപ്പോസ്തലന് ശരിയായ ആത്മീയ ദർശനം മുമ്പോട്ട് വന്നപ്പോൾ, ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ആദ്യ സ്നേഹത്തിൻ്റെ ലഹരിയിൽ ഞാനും നിങ്ങളും ചിലപ്പോൾ ചിന്തിച്ചു കാണും, ഞാൻ ഏതാണ്ടൊക്കെ ആയി, എല്ലാമായി, പാപം എന്നെ തൊടുന്നില്ല, സന്തോഷം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുക, സ്തുതിയും സ്തോത്രവും എൻ്റെ ഹൃദയത്തിലുണ്ട്. ദൈവമക്കളെ, എന്നാൽ ഇന്ന് ആ കാലമൊക്കെ ഒരു ഓർമ്മ മാത്രമല്ലേ സഹോദര? അതൊക്കെ ഒരു ഓർമ്മ മാത്രമായിപ്പോയില്ലേ? ദൈവമല്ലേ, നീ നിരാശപ്പെട്ടു പോകണ്ട. ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, എന്ത് നമ്മുടെ കഴിവ് കൊണ്ടൊന്നും സാധ്യമല്ല, നമ്മുടെ യോഗ്യത കൊണ്ടൊന്നും നടക്കുന്നതല്ല. ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന്. ദൈവമക്കളെ, ആ ബോധ്യം എപ്പോഴും നമുക്ക് വേണം, എന്ത് കർത്താവിനെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന്. കർത്താവില്ലെങ്കിൽ ഞാനൊരു പരാജയമാണ്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നാം നിരാശപ്പെട്ടു പോകാതിരുന്നാൽ മതി. കർത്താവ് നമ്മളെ പടിപടിയായി മുമ്പോട്ട് നടത്തും. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. വായിച്ചോ. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. പ്രിയപ്പെട്ട അപ്പോസ്തലന്റെ ഹൃദയത്തില് വലിയ വേദനയുണ്ടായ വിഷയമായിരുന്നു, എന്ത് അയ്യോ, ഞാൻ ദൈവസഭയെ, കർത്താവിൻ്റെ മക്കളെ ഉപദ്രവിച്ചു പോയല്ലോ എന്ന്. ഞാൻ അറിയാതെയാണെങ്കിലും കർത്താവിൻ്റെ മക്കളെ ദൈവവേലയ്ക്ക് എതിരായി നിന്നുപോയല്ലോ എന്ന്. ദൈവമക്കളെ, നിങ്ങൾക്ക് ആ വേദന വന്നിട്ടുണ്ടോ? എൻ്റെ ദൈവത്തെ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ടും ആത്മീയ ജീവിതത്തിലേക്ക് നോക്കാതെ പാപത്തിലും പാപവഴികളിലും ജീവിച്ചു പോയ കാലങ്ങൾ, ദൈവത്തെ അറിയാതെ ജീവിച്ച കാലങ്ങൾ, അപ്പോസ്തലന്റെ ഹൃദയത്തിൽ വലിയ വേദനയുണ്ടെന്ത് ദൈവസഭയെ ഞാൻ ഉപദ്രവിച്ചു പോയല്ലോ, ക്രിസ്തുവിനെതിരായി ഞാൻ ഓടിപ്പോയല്ലോ. അപ്പോസ്തലനോട് ശൗലായിരുന്നപ്പോൾ കർത്താവ് ചോദിച്ചു, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന്. ദൈവമക്കളെ, ഒരിക്കലും ആ കാലത്ത് ചിന്തിച്ചില്ല ഞാൻ യേശുവിനെയാണ് ഉപദ്രവിക്കുന്നത്. പിന്നീട് അപ്പോസ്തലന് മനസ്സിലായി, എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം എൻ്റെ കർത്താവിനെതിരായിരുന്നല്ലോ എന്ന്, കർത്താവിൻ്റെ മക്കൾക്ക് എതിരായിരുന്നല്ലോ എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി, ആത്മീയ ജീവിതത്തെ എതിർത്തവര്, കൂട്ടായ്മക്കാരെ പരിഹസിച്ചവര്, ദൈവവേലയെ ചോദ്യം ചെയ്തവര്, ഇതൊക്കെ സഭയ്ക്ക് ചേർന്നാണോ എന്ന് ചിന്തിച്ചവർ. ദൈവമക്കളെ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ ദൈവവേലയും ദൈവത്തിൻ്റെ പദ്ധതിയുമെല്ലാം ചോദ്യം ചെയ്ത് അഹങ്കാരത്തിൽ ജീവിച്ചു പോയ കാലങ്ങൾ. ദൈവത്തിലെ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഹൃദയം അലിഞ്ഞുപോയി, അല്ലെങ്കിൽ ആ ഹൃദയം ദൈവസന്നിധിയിൽ ഉരുകിപ്പോയി. എന്ത് ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചവനാണല്ലോ, അപ്പോസ്തലൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ലോ എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം, എൻ്റെ കർത്താവിൻ്റെ സ്തോത്രം. നമുക്ക് വായിക്കാം 1 തീമോഥെയോസ് 1:15. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത്. പറയാണ്, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ്. അപ്പോസ്തലൻ പറയാണ്, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത്
എല്ലാ വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനവുമാണ്. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ആ പാപികളിൽ ഞാൻ ഒന്നാമനെന്ന് ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പറയാണ്, ക്രിസ്തുയേശു തിരഞ്ഞു വന്ന ആ പാപികളിൽ ഞാൻ ഒന്നാമനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്തെങ്കിലും ഒന്ന് നമുക്കുണ്ടെങ്കിൽ എല്ലാം കർത്താവ് തന്നതാണ് കേട്ടോ. ഇന്ന് പ്രകടമായ പാപങ്ങളൊന്നും നമ്മുടെ ജീവിതത്തില്ല. എന്നാൽ സഹോദര, നീ ചിന്തിക്കാറുണ്ടോ, എൻ്റെ ഹൃദയം എങ്ങനെയുള്ളതാ? എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ, എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം ഇതെല്ലാം കാണുമ്പോൾ അവിടുന്ന് വേദനിക്കുകയാണോ അതോ അവിടുന്ന് സന്തോഷിക്കുകയാണോ? ദൈവമക്കളെ, ദാവീദ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന്. എൻ്റെ ദൈവമക്കളെ, ഹൃദയം നല്ലതാണെങ്കിൽ ദൈവത്തിൻ്റെ ആലോചനകളും ചിന്തകളും തമ്മിൽ വസിക്കുകയുള്ളൂ. നമ്മുടെ ഹൃദയമാണ് എല്ലാത്തിലും കപടവും വിഷമവും ഉള്ളത്. ഹൃദയത്തിലാണ് പാപം വസിക്കുന്നത്. മാനസാന്തരപ്പെട്ട ദൈവത്തിലെ നിന്റെ പ്രകടമായ പാപങ്ങളൊക്കെ കർത്താവ് എടുത്ത് മാറ്റി. എന്നാൽ ഹൃദയം വിശുദ്ധമാണോ? ഹൃദയത്തിൽ ആത്മാവുണ്ടോ? ദാവീദ് പിന്നെയും പ്രാർത്ഥിച്ചു, ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ എന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് എപ്പോഴും വസിക്കണം. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഹൃദയമായി തീരണം. ദൈവമക്കളെ, നാം ഒക്കെ പ്രാർത്ഥിക്കണം, കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനിൽ വസിച്ച് എന്നെ രൂപാന്തരപ്പെടുത്തി എന്നെ നിന്റെ മകനാക്കി തീർക്കണമേ. ദൈവമക്കളെ, ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല, പ്രിയപ്പെട്ടവരെ, നിരന്തരം നാം പ്രാർത്ഥിക്കണം, കർത്താവേ നിന്റെ ആത്മാവിനെ എനിക്ക് പകർന്നു തന്നോ, നിന്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിലേക്ക് ആക്കണം. എൻ്റെ കർത്താവെ എന്നെ രൂപാന്തരപ്പെടുത്തണം, എന്നെ ആള് മാറിയവരാക്കി മാറ്റണമെന്ന്. ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, നീ കൂട്ടായ്മയിൽ വന്ന ആളുകൾ വചനം കേട്ട എൻ്റെ പ്രിയപ്പെട്ടവർ എത്ര പേരൊരു സമർപ്പണം എടുത്തിട്ടുണ്ട്? കർത്താവേ, ഈ അന്ത്യകാല തലമുറയിൽ എനിക്കൊരു വിശുദ്ധനാകണമെന്ന്, എനിക്ക് പാപം കൂടാതെ ജീവിക്കണമെന്ന്, എൻ്റെ കർത്താവിൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന ഒരു മകനായി എനിക്ക് തീരണമെന്ന്. ദൈവമക്കളെ, നാം പ്രാർത്ഥിക്കാതെ എങ്ങനെ കർത്താവ് നമ്മളതിലേക്ക് നടത്തും? നാം അത്യാവശ്യക്കാരനായില്ലെങ്കിൽ എങ്ങനെ കർത്താവ് അതിലേക്ക് നടത്തും? പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥ എന്തുമായിക്കോട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങ്, നിങ്ങൾ സമർപ്പിക്കാൻ തുടങ്ങ്. ദിനംതോറും നിങ്ങളുടെ സമർപ്പണം പുതുക്കണം. പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിക്കണം. കർത്താവേ എന്നെ ഒരു വിശുദ്ധനാക്കണം. കർത്താവേ, ഈ ഭൂമിയിൽ അനേക വിശുദ്ധന്മാർ ജീവിച്ചു എന്ന്, വിശ്വാസ വീരന്മാർ ജീവിച്ചു എന്ന്, നിന്റെ കരങ്ങളിൽ അനേകർ പ്രയോജനപ്പെട്ടു എന്ന് തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ട്. കർത്താവേ, ഞങ്ങളെ അതിലേക്ക് നടത്തണമേ എന്ന്. ദൈവമക്കളെ, നാം എപ്പോഴും പ്രാർത്ഥിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ആ പാപികളിൽ ഞാൻ ഒന്നാമനാകുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം, എൻ്റെ കർത്താവിന് സ്തോത്രം. ഓരോരുത്തർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 12-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറയും, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നെഗളിച്ചു പോകാതിരിപ്പാൻ എന്നെ കുത്തേണ്ടതിന് ഒരു ശൂലം പിശാചിന്റെ ദൂതനെ തന്നെ. അപ്പോസ്തലൻ പറയാണ്, എനിക്ക് വെളിപ്പാടുകളുടെ ആധിക്യം കൊണ്ട് നിഗളം വരാനിടയുണ്ട്, ഞാൻ അഹങ്കരിച്ചു പോകാനിടയുണ്ട്. അതുകൊണ്ട് ഒരു ശൂലം എൻ്റെ ശരീരത്തിൽ വെച്ചിരിക്കുകയാണ്, എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. പ്രിയപ്പെട്ടവരെ, എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അപ്പോസ്തലൻ പറയുകയാണ്, അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം പ്രാർത്ഥിച്ചു എന്ന്. ദൈവമക്കളെ, 2 വട്ടം പ്രാർത്ഥിച്ചപ്പോൾ ഒരു മറുപടിയും കൊടുത്തില്ല. പിന്നെയും പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് മൗനമായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, മകനെ, എൻ്റെ കൃപ നിനക്ക് മതിയെന്ന്. രോഗത്തിൻ്റെ കാര്യമോ ശൂലത്തിൻ്റെ കാര്യമോ ഒന്നും കർത്താവ് പറഞ്ഞില്ല. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി അത് ബലഹീനതയിലൊക്കെ തികഞ്ഞു വരുന്നതാണെന്ന്. ദൈവമക്കളെ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതകളിൽ തികഞ്ഞു വരുന്നതാണ്. ദൈവമക്കളെ, എല്ലാ രോഗം മാറുമെന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. എല്ലാ സമൃദ്ധി കിട്ടുമെന്ന് ആരെയും പഠിപ്പിക്കരുത് കേട്ടോ. ദൈവമക്കളെ, ഈ ലോകത്തിൽ രോഗം വരാം, മരണം വരാം. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളണം, എന്ത്? കൃപ മാറിപ്പോകരുത്, കൃപ മാറിപ്പോകരുത്. രോഗം വന്നാലും എല്ലാം പ്രതികൂലമാണെന്ന് വരുമ്പോഴും കൃപ നമ്മെ വിട്ടുപോകരുത്. അപ്പോസ്തലനോട് കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി അത് ബലഹീനതയിൽ തികഞ്ഞു വരുമെന്ന്. ദൈവമക്കളെ, രോഗം കാർന്നു തിന്നുമ്പോഴും നമ്മുടെ ഹൃദയം സന്തോഷിക്കണം. രോഗം കാർന്നു തിന്നുമ്പോഴും ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്ന അനുഭവം നമുക്ക് പ്രാപിക്കാൻ കഴിയണം. എന്താ അതിൻ്റെ പ്രത്യാശ വേണം? പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വിട്ട് ഞാനൊരു ദിവസം അങ്ങ് പറന്നു പോകുമെന്ന്. ദൈവമക്കളെ, സ്വയം എളിമപ്പെടുത്തിയ ഒരാളാണ് കർത്താവായ യേശുക്രിസ്തുവിന് വഴികാട്ടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ. പ്രിയപ്പെട്ടവരെ, ഈ തന്നെത്താൻ എളിമപ്പെടുത്തി ഞാൻ ഒന്നുമല്ല എന്ന് പറയുവാൻ തക്കവണ്ണം യോഹന്നാൻ സ്നാപകൻ പൊടിയോളം താണവനായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ,
ഒരിക്കലൊരു ശാസ്ത്രി കർത്താവിനോട് പറഞ്ഞു, ഗുരു നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ പോരാം എന്ന് പറഞ്ഞു. കർത്താവ് അവനോട് പറഞ്ഞു, എന്ത്? ഈ ഭൂമിയിൽ കുറുനരികൾക്ക് കുഴിയുണ്ട്, ആകാശത്തിലെ പറവയാദികൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രനായി എനിക്ക് തല ചായ്ക്കാൻ ഒരു ഇടവുമില്ല. നീ എൻ്റെ കൂടെ പോകുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ആരാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തല ചായ്ക്കാൻ ഒരിടമില്ലാത്തവനായിരുന്നു, കയറിക്കിടക്കാൻ ഒരു കൂരയില്ലാത്തവനായിരുന്നു. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ വല്ലപ്പോഴും കിടന്നിട്ടുണ്ടാവും, എനിക്ക് അറിഞ്ഞുകൂടാ. വേദാന്യയിലെ മാർത്തയുടെയും മറിയുടെയും ലാസറിൻ്റെയും ഭവനത്തിൽ ചിലപ്പോൾ സാധ്യതയുണ്ട്. ദൈവമക്കളെ, എൻ്റെ കർത്താവ് പറഞ്ഞു, എനിക്ക് കയറിക്കിടക്കാൻ ഒരു വീടില്ല, എൻ്റെ കൂടെ പോരണ്ട. ദൈവമക്കളെ, അവൻ്റെ കൂടെയാണ് നാം പിൻപറ്റുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ സ്നാപകൻ വന്നത് എന്തിനാണെന്നാ? വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ വന്നവനാണ്. യോഹന്നാന്റെ ശുശ്രൂഷ ഏതാണ്? വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുക. 15-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു, എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു. എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു. അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ദൈവത്തിന് അന്ന് ആ ജനങ്ങൾക്കൊന്നും മനസ്സിലായി കാണില്ല. യോഹന്നാൻ സ്നാപകൻ പറയാണ്, എന്റെ പിന്നാലെ വരുന്നവൻ അവൻ എനിക്ക് മുമ്പേ ഉള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, പ്രായം കൊണ്ട് നോക്കിയാൽ യോഹന്നാൻ സ്നാപകനാണ് ആദ്യം വരുന്നത്. എന്നാൽ യോഹന്നാൻ സ്നാപകൻ പറയാണ്, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നവനാ. 1:20 വായിച്ചു. ഞാൻ ക്രിസ്തു അല്ല എന്ന് ഏറ്റു പറഞ്ഞു. യോഹന്നാൻ സ്നാപകനോട് ചോദിക്കുകയാണ്, യഹൂദന്മാർ യെരുശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം. പ്രിയപ്പെട്ടവരെ, അധികാര സ്ഥാനങ്ങളിൽ നിന്ന് വന്നവരോട് യോഹന്നാൻ സ്നാപകൻ സാക്ഷ്യം പറയുകയാണ്. എന്ത്? അവന്റെ സാക്ഷ്യം എന്തെന്നാൽ അവൻ മറുക്കാതെ ഏറ്റു പറഞ്ഞു. വായിച്ചോ. ഞാൻ ക്രിസ്തു അല്ല എന്ന് ഏറ്റു പറഞ്ഞു. പിന്നെ എന്ത്? നീ ഏലിയാവോ എന്ന് അവനോട് യോഹന്നാൻ സ്നാപകനോട് ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞു. നീ ആ പ്രവാചകനോ എന്നതിന് അല്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, യേശുവല്ല, ഏലിയാവല്ല, പ്രവാചകന്മാർ ആരുമല്ല ഞാനെന്ന് അവൻ ഉത്തരം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ സ്നാപകൻ പറയാണ്, ഞാൻ ആരുമല്ല എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, അവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, താങ്കളെ അയച്ചവരുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടതെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. 23 വായിച്ചു. അതിന് അവൻ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴി നേരെയാക്കുവീനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു. പറയാണ്, ഞാനൊരു യേശുവല്ല, പ്രവാചകനല്ല, ഏലിയാവല്ല, ആകെ ഒരു ശുശ്രൂഷ എനിക്കുള്ളൂ. കർത്താവിന്റെ വഴി നിരപ്പാക്കുവീൻ, പാത നേരെയാക്കുവീനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം മാത്രമാണ് ഞാൻ. ദൈവമക്കളെ, ഞാനൊരു ശബ്ദം മാത്രമാണെന്ന്. ഏറ്റവും എളിമ, ഏറ്റവും താണു, ഞാൻ ആരുമല്ല. എനിക്കൊരു ശുശ്രൂഷ മാത്രമേ ഉള്ളൂ. യേശുവിനെ, സാക്ഷാൽ രക്ഷകനെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം. അതിന്റെ 29-ാമത്തെ വാക്യം കൂടി നമുക്ക് വായിക്കാം. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, യേശു യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ദൈവമക്കളെ, യോഹന്നാൻ സ്നാപകൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്, കടന്നു വരുന്ന യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ശുശ്രൂഷ തീർന്നു യോഹന്നാൻ സ്നാപകന്റെ. അത്രയ്ക്കുള്ള ശുശ്രൂഷ യോഹന്നാൻ സ്നാപകൻ. ഏത്? ഈ യേശു സാക്ഷാൽ രോഗരക്ഷിതാവാണെന്നും പാപം വഹിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ അരുമകുമാരനായ യേശു ഒരു കുഞ്ഞാടാണെന്ന്. അവസാനത്തെ യാഗമായി കാൽവറിയിൽ അറുക്കപ്പെടാൻ പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ച സ്വർഗീയ കുഞ്ഞാടാണ്. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നെയും നിങ്ങളെയും കർത്താവ് ആക്കിയിരിക്കുന്ന അതിന് മാത്രമാണ്. എന്ത്? രക്ഷകനായ, വീണ്ടെടുപ്പുകാരനായ, പാപം വഹിച്ച് കാൽവറിയിൽ മരിച്ചവനായ മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പുകാരനെ ഈ ലോകത്തിന്റെ മുമ്പിൽ വരച്ചു കാണിക്കണം. ദൈവമക്കളെ, ഒരു കൂട്ടായ്മയോ, ഒരു ദൈവമക്കളെയോ, ഒരു സഭയെയോ, ഒരു പ്രസ്ഥാനങ്ങളെയോ ഒന്നുമല്ല, പിന്നെയോ നമുക്ക് ഉയർത്തിക്കാട്ടാൻ യേശുവുണ്ട്. അവനെ നമ്മൾ ഉയർത്തി കാണിക്കണം, അവനെ നമ്മൾ വരച്ചു കാണിക്കണം. അസമാധാനമുള്ള മനുഷ്യന്റെ മുമ്പില്, രോഗം കാർന്നുന്ന മനുഷ്യന്റെ മുമ്പില്, പാപത്തിൽ ജീവിതം തുലഞ്ഞു പോയവന്റെ മുമ്പില്, സഹോദര, യേശു നിന്റെ രക്ഷകനാണെന്ന്, അവൻ നിന്റെ വീണ്ടെടുപ്പുകാരനാണെന്ന്
അവനാണ് നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ചതെന്ന്, അവന്റെ രക്തത്തിന് കഴുകാൻ കഴിയാത്ത ഒരു പാപം ചെയ്തവരാരും ഈ ഭൂമിയിലില്ല എന്ന് ദൈവത്തിന് നാം മഹത്വപ്പെടുമാറാകട്ടെ.